മാരണം ചെയ്യുക, അത് ചെയ്യാനേ പാടില്ല. അത്തരത്തിലുള്ള പ്രവൃത്തികളിലേക്ക് ഒരു മനുഷ്യൻ ഏർപ്പെടാനേ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരെ ലബീദ് ബിനുൽ അഅ്സം എന്ന ജൂതനും അവന്റെ സഹോദരിമാരും കൂടി ആഭിചാരക്രിയകൾ നടത്തിയെന്ന് സഹീഹുൽ ബുഖാരിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്പമാത്രം ഒരു ശാരീരികമായ അസ്വസ്ഥത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അതിന്റെ പേരിൽ ഉണ്ടായി എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. പല ആളുകളും സഹീഹുൽ ബുഖാരിയിൽ പോലും കളവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന പ്രസിദ്ധമായ സഹീഹിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളുടെ സമാഹാരമായ സഹീഹുൽ ബുഖാരിയെ പോലും തള്ളിക്കളയാനും അത്തരത്തിലുള്ള ഹദീസുകളെ പോലും നിഷേധിക്കുവാനും ധൃഷ്ടരാകുന്ന ആളുകൾ പലപ്പോഴും പറയാറുള്ള സംഭവമാണിത്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ശാരീരികമായി അവിടത്തേക്ക് രോഗമുണ്ടായിട്ടുണ്ട്, ശാരീരികമായ കാരണങ്ങളാൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ജൂതന്റെ സിഹിർ മുഖേനയും പ്രവാചകന് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നീ അധ്യായങ്ങളിലൂടെ ആ അവതരണത്തോടുകൂടി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവിടുന്ന് മോചിതനായി. അത് അവിടുത്തെ വഹീനെ ബാധിച്ചിട്ടില്ല, അവിടുത്തെ ബുദ്ധിയെ ബാധിച്ചിട്ടില്ല, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളെ ഒന്നും ബാധിച്ചിട്ടില്ല. കേവലം അവിടുത്തേക്കുണ്ടായ ഏതാനും സമയത്തേക്കുണ്ടായ ഒരു അസ്വസ്ഥതകൾ മാത്രം. സിഹിറിന്റെ ഗൗരവമാണത് പഠിപ്പിക്കുന്നത്. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലെന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. പഴയ വിശ്വാസങ്ങളെല്ലാം ആർക്കോ വേണ്ടി ഉപേക്ഷിച്ച് അന്ധവിശ്വാസങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളാണിതെല്ലാം. ഇനി സിഹിർ ഫലിക്കുമെന്ന പുതിയ വാദത്തിന് ഉപോത്ബലകമായി പുതിയ പുതിയ ന്യായീകരണങ്ങൾ മെനയുകയാണ് സക്കരിയ. പിന്നെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ വൻ പാപങ്ങളിൽ ഒന്നായിട്ട് അതിനെണ്ണിയത് അല്ലേ? ഒന്നാമത്തെ വൻപാപം ശിർക്ക്, രണ്ടാമത്തേതാ സിഹിർ. ഇല്ലാത്ത ഒരു കാര്യത്തെ നിരോധിക്കേണ്ട കാര്യമില്ലല്ലോ. അവ യാഥാർത്ഥ്യമുണ്ട്, ആളുകൾ അത് ഉപയോഗിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. മഹാപാപമാക്കി എന്നതിന്റെ പേരിൽ സിഹിറിന് ഫലമുണ്ടെന്ന് പറയുന്ന സക്കരിയക്ക് അൽമനാറിലൂടെ ഇപ്പോൾ സ്വന്തം പക്ഷത്തുള്ള നേതാവ് മുമ്പ് മറുപടി നൽകിയിട്ടുണ്ട്. 1982 നവംബർ ലക്കം അൽമനാറിൽ മൂസാവാണിമേൽ എഴുതിയ സിഹിർ എന്ന സുദീർഘമായ ലേഖനത്തിന്റെ അവസാന ഭാഗമാണിത്. മഹാപാപമാക്കിയതിന്റെ പേരിൽ സിഹിറിന് ഫലമുണ്ടെന്ന് വാദിക്കുമ്പോൾ അതേ ന്യായം വെച്ച് ഷിർക്കിനും ഫലമുണ്ടെന്ന് വരില്ലേ എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം സക്കരിയയെ പോലുള്ളവർക്ക് നേരെയാണ്. ഇനി സിഹിറിനെ മഹാപാപത്തിൽ ഉൾപ്പെടുത്തിയത് എന്തിനാണെന്ന് പഴയ സക്കരിയ സലാഹി തന്നെ പറയട്ടെ. എന്തൊക്കെ പറഞ്ഞാലും വല്ല അപസ്മാരമോ ഭ്രാന്തോ അല്ലെങ്കിൽ മാറാത്ത ഒരു കുട്ടൻചൊറിയോ എന്ത് പിടിച്ചാലും ശരി, അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടൊന്നും മാറ്റല്ല. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാതോ അവര് ചെയ്തതാവുന്നു. ആര്? അപ്പുറത്തിരിക്കുന്ന 10-50 കൊല്ലമായി സന്തോഷത്തിൽ കഴിയുന്ന അയൽവാസിയെ ചൂണ്ടിയിട്ട് ഇബ്ലീസ് പറഞ്ഞു തരാണ് അവര് ചെയ്തതാവും. എന്ത് ചെയ്ത്? മാരണം ചെയ്തത്, സിഹിർ ചെയ്തത്, ചെയ്വന ചെയ്തതായിരിക്കും. ഗൂഢശക്തികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മറഞ്ഞ നിരക്ക് നമ്മളെ സഹായിക്കാനും നമ്മൾക്ക് ദോഷം ചെയ്യാനും പിശാചിനും കഴിയും എന്ന് വിശ്വസിച്ചാൽ ഈമാൻ കാര്യത്തിൽ 6ാമത്തെ വിശ്വാസത്തിൽ നമുക്ക് പെശക് പറ്റി. അതുകൊണ്ടാണല്ലോ ഇസ്ലാം സിഹിർ നിരോധിച്ചത്. രണ്ടാമത്തെ മഹാപാപം അള്ളാഹുവിൽ പങ്കുചേർക്കൽ ഒന്നാമത്തെ മഹാപാപം, രണ്ടാമത്തെ മഹാപാപമായി എന്നത് സിഹിറാണ്. സിഹിർ അഥവാ ചെയ്വന, കൂടോത്രം, ഇസ്മിന്റെ പണി, തെൽസമാത്ത്, ഇങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സംഗതി ഉണ്ടല്ലോ, അത് മഹാപാപങ്ങളിൽ ഉൾപ്പെടുത്തിയതാ. ഹദീസ് സ്വീകരിക്കുന്നിടത്ത് നിബന്ധനയായി മുസ്ലിം ലോകം എടുത്ത് കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിന് വിരുദ്ധമായി ഒരു ആശയം ഹദീസിൽ വരികയാണെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കരുത് എന്നതാണ്. നമ്മൾ മുഖവുരയായി മനസ്സിലാക്കേണ്ടതാണ്. ഒന്നുകൂടി കൃത്യമായി സൂചിപ്പിക്കുന്നു, പരിശുദ്ധ ഖുർആനിൽ വന്ന കൃത്യമായി വ്യക്തമായി വന്ന ആശയത്തിന് വിരുദ്ധമായി ഒരു ഹദീസിൽ എന്തെങ്കിലും ആശയങ്ങൾ വന്നാൽ അത് എത്ര പ്രഗത്ഭരാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ പോലും
അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് മുസ്ലിം സമൂഹം ഒന്നടങ്കം